രാഷ്ട്രീയമായ ഗൂഢാലോചനകൾ നടത്തുമ്പോൾ നമ്മൾ പറയുന്നത് മലപ്പുറത്തിനൊരു മതമുണ്ട്, അത് സ്നേഹത്തിന്റെ മതം ഹൃദയത്തിൽ പേറുന്ന ജില്ലയുടെ പേരാണ് മലപ്പുറം ജില്ല എന്നവരെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് തുഞ്ചന്റെ മലപ്പുറമാണ്, ഇത് പൂന്താനത്തിന്റെ മലപ്പുറമാണ്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മലപ്പുറമാണ്, നികുതി നിഷേധ പോരാട്ടങ്ങൾക്ക് ഇന്ത്യക്ക് മാതൃക കാണിച്ച ഉമർ ഖാളിയുടെ മലപ്പുറമാണ്, വലിയ രചനകൾ നടത്തിയ മക്കി തങ്ങളുടെ മലപ്പുറമാണ്. ഇവിടെ ചന്തുമേനോന്റെ ഇന്ദുലേഖ പിറന്നത് കോഴിക്കോട്ടുകാരനാണെങ്കിലും അതിന് പിറവിയെടുത്തത് മലപ്പുറത്തെ പരപ്പനങ്ങാടിയാണ്. ഇന്ദുലേഖ പിറന്ന മണ്ണാണ് മലപ്പുറത്തിന്റെ മണ്ണ്. കേരളത്തിന്റെ കലാമണ്ഡലം ഇന്ന് അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുമ്പോ ഇത് വള്ളത്തോളിന്റെ മണ്ണാണ് എന്ന് നമ്മൾ മലയാളിയെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഇടശ്ശേരിയുടെയും ഉറൂബിന്റെയും മണ്ണാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ അനിൽ സാറ് പറഞ്ഞു, മലപ്പുറത്ത് നിന്ന് മാനവികതയുടെ ഒരു സന്ദേശം നൽകി. പാണക്കാട് കുടുംബത്തിന്റെ മലപ്പുറമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഹൈന്ദവ കുടുംബം, നമ്മൾ പാണക്കാട് കുടുംബത്തെ എങ്ങനെ കാണുന്നു എന്ന പോലെ ഹൈന്ദവ സമൂഹം എങ്ങനെയാണ് ആഴ്മഞ്ചേരി തമ്പ്രാക്കന്മാരെ കാണുന്നത് എന്ന് നമുക്കറിയാം. ഇത് ആഴ്മഞ്ചേരി തമ്പ്രാക്കന്മാരുടെ നാടാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMS നമ്പൂതിരിപ്പാടിന്റെ നാടാണ്. ഇത് വൈദ്യമേഖലയിൽ വലിയ വിപ്ലവങ്ങൾ നടത്തി ലോകത്തിന് മാതൃകയായ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ വാര്യരുടെ മലപ്പുറമാണ്. ഇതൊരു മതത്തിന്റെ പേരിൽ ചേർത്ത് കാണിച്ച്, ഇതേതെങ്കിലും ഒരു മതത്തിന്റെ പേരിലോ ഏതെങ്കിലും ചില ആളുകളെ ചൂണ്ടിക്കാണിച്ച് ചുരുക്കി കാണിക്കേണ്ട ജില്ലയല്ല. ഇന്ത്യയോളം വളർന്ന മലയാളി ദേശത്തിന്റെ പേരാണ് മലപ്പുറം എന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നത്.